പ്രമേഹ വൃക്കരോഗം അഥവാ ഡയബറ്റീസ് കിഡ്നി ഡിസീസ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്നു ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വൃക്കരോഗ വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ വർഷ ബിപിൻ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സമകാലീന കേരളത്തിൽ ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതുമൂലം പലവിധ പ്രശ്നങ്ങൾ രോഗികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയബറ്റീസ് കിഡ്നി ഡിസീസ്. ഈ ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഒന്ന് വ്യക്തമാക്കാമോ? അതെ, നമ്മൾ ഡയബറ്റീസിനെ മെഡിക്കലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും പറയുന്നു. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് യൂഷ്വലി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും ആയിരിക്കും. ഇവിടെ ഇൻസുലിൻ്റെ കുറവാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ ഏർലി സ്റ്റേജസിൽ തന്നെ വരികയും നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് സാധാരണയായി കണ്ടുവരുന്ന മുതിർന്ന ആൾക്കാരിലാണ്. അത് കുറച്ചുകൂടെ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഇത് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ പലപ്പോഴും അതിന് ആക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് സ്ഥലങ്ങളിൽ അതിന് ആക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. അത് കാരണം തന്നെ ഇവിടുത്തെ ലക്ഷണങ്ങൾ കുറച്ചുകൂടെ പതിയെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ലേറ്റർ സ്റ്റേജസിലായിരിക്കും കണ്ടുവരുന്നത്. ഒരു മൊത്തം നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 90 മുതൽ 95% വരെയും ടൈപ്പ് 2 ഡയബറ്റീസും ടൈപ്പ് 1 ഡയബറ്റീസ് ആകെ 5 മുതൽ 10% ആൾക്കാരിലുമായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് കിഡ്നി ഡിസീസ് അത് എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് പ്രമേഹം പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയിലായിരിക്കും അത് കിഡ്നിയെ ബാധിക്കുന്നത്? അതോടൊപ്പം തന്നെ അത് വൃക്കയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രാരംഭ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മൾ ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഡയബറ്റീസ് എന്ന് പറയുന്നത് അമിതമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ദീർഘനാൾ അത് ഈ ഷുഗർ, അതായത് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് പോകുമ്പോൾ കുറേ നാൾ ഈ അമിതമായ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ വന്നു കഴിയുമ്പോൾ അത് പല മെറ്റബോളിക് പ്രക്രിയകൾ വഴി പല ദോഷകരമായ രാസവസ്തുക്കളായി മാറുകയും അത് ഈ നമ്മളുടെ പല രക്തക്കുഴലുകളെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ രക്തക്കുഴലുകൾ ചെറുതുമാകാം വലുതുമാകാം. അങ്ങനെ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നത് വഴി അത് പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്ന അവയവം വൃക്കയാണ്. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് ശരിക്കും ഡയബറ്റിക് കിഡ്നി ഡിസീസ് അഥവാ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ വൃക്കകൾ പലപ്പോഴും ഒരു അരിപ്പകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രക്തത്തിലുള്ള അമിതമായ വെള്ളത്തെയും അമിതമായ മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുന്ന ഒരു അരിപ്പയായിട്ടാണ് വൃക്കകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന നാശനഷ്ടം മൂലം പലപ്പോഴും നമുക്ക് വേണ്ട പ്രോട്ടീനും മറ്റ് വസ്തുക്കളുമൊക്കെ യൂറിനിലൂടെ, അതായത് മൂത്രത്തിലൂടെ ലീക്ക് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസിൻ്റെ ഒരു പ്രധാന പ്രശ്നം. എപ്പോഴാണ് ഇതിൽ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഏറ്റവും വലിയ വൃക്കരോഗങ്ങളുടെ മിക്കതിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും ഇതിനൊന്നും പ്രാരംഭ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു അസുഖം പറയുമ്പോഴും അതിനൊരു സൈൻസ് എന്നും സിംറ്റംസ് എന്നും, അതായത് ലക്ഷണങ്ങളെന്നും അടയാളങ്ങളെന്നും പറയാം. ഈ വൃക്കരോഗങ്ങൾ പലപ്പോഴും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ പൊതുവെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അഥവാ അത് കുറേ നാൾ കഴിഞ്ഞ് വൃക്കയെ നല്ല രീതിയിൽ ഒരു 50% അതിൽ കൂടുതലോ ആയി ബാധിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ മൂത്രത്തിലെ പത, രാത്രി ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ എണീറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരിക, അത് കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ പലപ്പോഴും കാലിലെ നീര്, കണ്ണിനു ചുറ്റിനുമുള്ള നീര്, രാവിലെ എണീക്കുമ്പോൾ കൺപോളകളിലെ നീര്, അങ്ങനെയൊക്കെ പല ലക്ഷണങ്ങൾ വന്നു തുടങ്ങാം. പക്ഷേ അതൊക്കെ പലപ്പോഴും പല പേഷ്യൻസും കാണാതെ പോകുന്നതാണ് പതിവ്. പലപ്പോഴും നമ്മുടെ അടുത്ത്, അതായത് ഒരു ഡോക്ടറിനെ ഒരു പക്ഷേ കാണുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാലിലെ നീരോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുള്ള നീരോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ ഡയബറ്റിക് കിഡ്നി ഡിസീസ് പലപ്പോഴും കുറേ ദീർഘകാലം കഴിഞ്ഞ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ ഈ പ്രാരംഭ ലക്ഷണങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയബറ്റീസ് കിഡ്നി ഡിസീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത രോഗികൾ അവരുടെ ആ വൃക്കയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇത് ഇടക്കാലങ്ങളിൽ അവർ ബാക്ക് ടു ബാക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പലപ്പോഴും അത് കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റർ സ്റ്റേജസിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴാണോ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ റെക്കമെൻഡേഷൻസും പറയുന്നത് എപ്പോഴാണോ നമുക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിൽ തന്നെ നമുക്ക് 1-2 ടെസ്റ്റ് ചെയ്ത്, അതായത് സ്ക്രീനിങ് എന്ന് പറയും, നമ്മൾ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി ഈ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ടെസ്റ്റ് മൂത്രത്തിലെ ആൽബുമിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റാണ്. അത് നമ്മൾ യൂറിൻ ACR എന്നൊരു ടേമാണ് നമ്മൾ മെഡിക്കലി യൂസ് ചെയ്യുന്ന ടേം. പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ബേസിക്കലി യൂറിനിലെ ആൽബുമിൻ്റെയും ക്രിയാറ്റിൻ്റെയും റേഷ്യോ എടുത്തിട്ട് അളവ് നോക്കുന്ന ടെസ്റ്റാണ് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അഥവാ യൂറിനിലെ ആൽബുമിൻ്റെ അളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഒരു 24 മണിക്കൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 30 മില്ലിഗ്രാമിൽ താഴെ ആയിരിക്കും സാധാരണ നമ്മുടെ യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന ആൽബുമിൻ്റെ അളവ്. അപ്പം ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ 30 മില്ലിഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻ്റെ അളവ്, അതായത് ആൽബുമിൻ്റെ അളവുണ്ടെങ്കിൽ അത് നമുക്കൊരു ഏർലി സൂചന തരുവാണ് ഇതൊരു ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ തുടക്കമാണെന്നുള്ളത്. ആ പോയിന്റിൽ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഏറ്റവും ഐഡിയൽ പോയിന്റ് അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്ക്രീനിങ്ങിൽ ബാക്കി, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവർ എപ്പോഴും അത് കണ്ടുപിടിക്കുന്നോ ആ സമയത്ത് ചെയ്യണം. എന്നിട്ടത് 30-ൽ താഴെയാണെങ്കിൽ പിന്നെ ഓരോ വർഷം തോറും അത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ടൈപ്പ് 1 ഡയബറ്റീസിനെ സംബന്ധിച്ച് പലപ്പോഴും അത് ഏർലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എപ്പോൾ കണ്ടുപിടിക്കുന്നു അതിനുശേഷം ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ആൽബുമിനോടൊപ്പം തന്നെ രണ്ടാമത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം EGFR എന്നൊരു ടേമാണ്. അതായത് പലരും കേട്ടിട്ടുണ്ടാകും GFR അഥവാ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. നമ്മൾ പറഞ്ഞു ഈ വൃക്കകൾ പലപ്പോഴും അരിപ്പുകളെ പോലെ പ്രവർത്തിക്കുകയും നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങളും അമിതമായ വെള്ളത്തെയൊക്കെ അത് ഒരു അരിപ്പ് പോലെ അരിച്ചു കളയുന്നു. ആ അരിച്ചു കളയുന്നതിൻ്റെ റേറ്റ് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റാണ് GFR എന്നുകൊണ്ട്. അത് ബേസിക്കലി നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ അളവ് ആദ്യം നോക്കുന്നു. പിന്നെ പല ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മളുടെ ആളുടെ ആണാണോ പെണ്ണാണോ എന്നും അതുപോലെ തന്നെ ഏജ് എത്രയാണെന്നൊക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് ആണത്. അത് യൂഷ്വലി 90-ൽ മുകളിൽ നമ്മൾ നോർമൽ ആണെന്ന് പറയുന്നു. അതിൽ കുറവ് വരുമ്പോൾ നമുക്ക് EGFRൽ കുറഞ്ഞു വരുന്നുവെന്നും അത് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ EGFR ഡിക്ലൈൻ വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു. പിന്നെ മൂന്നാമത് പറയേണ്ടത് ക്രിയാറ്റിൻ ടെസ്റ്റ്. EGFR ഉപയോഗിക്കുന്ന അതേ ഫോർമുല വെച്ച് നമ്മൾ ക്രിയാറ്റിൻ്റെ അളവ് നോക്കുന്നു. ക്രിയാറ്റിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും ഒരു 40-50% ഡാമേജ് കിഡ്നിക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും ക്രിയാറ്റിനിൽ എന്തെങ്കിലുമൊക്കെ ഒരു അളവ് കൂടുന്നത്. അതുകൊണ്ട് അത് പലപ്പോഴും ലേറ്റ് സ്റ്റേജസ് ആയി പോകും കണ്ടുപിടിക്കാൻ എന്നുള്ളത്. പിന്നെ ഇത് കൂടാതെ പല വേറെ കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇത്രയും ഒരു ബേസിക് സ്ക്രീനിങ് പലപ്പോഴും നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഡോക്ടർ, ഈ പ്രമേഹ വൃക്കരോഗത്തിൻ്റെ പുരോഗതി തടയുവാനോ അല്ലെങ്കിൽ അത് മന്ദഗതിയിലാക്കുവാനോ സാധിക്കുന്ന ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണക്രമം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പ്രമേഹ വൃക്കരോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയപടിയാക്കാനായിട്ട് സാധിക്കുമോ? ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒരിക്കൽ ഒരു സ്റ്റേജ്, അതായത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായി എന്നറിയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവേഴ്സ് ചെയ്ത് പഴയപടിയാക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഏത് സ്റ്റേജിലാണ് ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ ഡയബറ്റിക് കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കുന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ 30 മില്ലിഗ്രാമിൽ താഴെയാണ് പ്രോട്ടീൻ എങ്കിൽ കുഴപ്പമില്ല. 30 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പോയിന്റിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഭക്ഷണമായാലും മറ്റ് കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത് തുടങ്ങണം. അതിലെന്തൊക്കെ മോഡിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നൊരു ടേം, അത് പലരും കേട്ടിട്ടുണ്ടാവും. അത് പലരും കൺഫ്യൂസ്ഡും ആണ് കേട്ടിട്ട്. നമ്മുടെ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പഞ്ചസാര എത്രത്തോളം വേഗതയിലാണ് റിലീസ് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള, അതായത് പതിയെ പഞ്ചസാര റിലീസ് ചെയ്യുന്ന ടൈപ്പ് ഫുഡുകൾ, അതായിരിക്കും എപ്പോഴും നമുക്ക് ഡയബറ്റിക് കൺട്രോളിനെ സംബന്ധിച്ച് നല്ലത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് കിഡ്നി ഡിസീസിൽ ഒരിക്കലും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ കൺട്രോൾ അഥവാ ഷുഗറിൻ്റെ കൺട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതിനാൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് അതെന്താണെന്നുള്ളത് സാധാരണ പലർക്കും കൺഫ്യൂഷനുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ട ഹൈ ഫൈബർ ഉള്ള ഫുഡുകൾ. അതിൽ നമ്മൾ പറയുമല്ലോ മുഴുധാന്യങ്ങളെന്ന് പറയുന്ന പലതും, ഇപ്പം ഗോതമ്പാകാം, ഓട്സ് ആവാം, മില്ലറ്റ് ആവാം, അങ്ങനത്തെ കുറച്ചുകൂടെ ഫൈബർ അടങ്ങിയ ഡയറ്റ് ഒന്ന്. 2, ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയ ഫ്രൂട്ട്സ്, അതിൽ യൂഷ്വലി നമ്മൾ എടുത്തു പറയേണ്ടത് പേരയ്ക്ക, ആപ്പിൾ, പപ്പായ തുടങ്ങിയ ഫ്രൂട്ട്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള പല ഫ്രൂട്ട്സുകളുണ്ട്. അതിലൊന്ന് തണ്ണിമത്തൻ, മാങ്ങ, ഓറഞ്ച്, ഏത്തപ്പഴം. അതെല്ലാം കുറച്ചുകൂടെ പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ അതിനൊരു മൊത്തത്തിൽ കൺട്രോൾ നഷ്ടപ്പെടുകയും അത് പൊതുവെ നല്ലതല്ല എന്ന് പറയപ്പെടുന്നു. പിന്നെ അടുത്തത് പറയേണ്ടത് സോഡിയം അഥവാ ഉപ്പിൻ്റെ അളവ് എത്ര വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് ഈ റെക്കമെൻഡേഷൻസിലെല്ലാം പറയുന്നത് ഏകദേശം 5 ഗ്രാം, അതായത് 1 ടീസ്പൂണിൽ താഴെയാണ് ഒരു ദിവസത്തെ 24 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഉപ്പാണ് മൊത്തത്തിൽ. അത് ഉപ്പിൻ്റെ അളവ് പറയുന്നത് 5 ഗ്രാമിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇതുപോലെ തന്നെ മറ്റ് ഓയിൽ, അതായത് ഒരുപാട് എണ്ണയും മറ്റടങ്ങിയ ഫുഡുകളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം.
ഈ ഫുഡ് പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വ്യായാമത്തിൻ്റെ കാര്യം. ആഴ്ചയിൽ ഒരു 7 ദിവസം ഉള്ളതിൽ മിനിമം 5 ദിവസമെങ്കിലും ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും, മിനിമം 20 മിനിറ്റ് എന്നാണ് പറയുന്നത്, 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള എക്സസൈസസ്, അത് പലതും ഇപ്പോൾ ഓട്ടാവും ചാട്ടാവും, നമുക്ക് എന്താണോ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. ഫോഴ്സ് ചെയ്ത് പലതും ചെയ്താൽ പലരും അങ്ങനെ കംപ്ലൈൻ്റ് ആയിരിക്കില്ല, അത് ലോങ് ടേം നമുക്ക് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ എന്താണോ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ ദിവസത്തിലെ നമ്മുടെ ദിനചര്യയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പറയുന്നത്. പിന്നെ ഇനിയും ജീവിതചര്യ ഒരിക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴാണ് നമ്മൾ ഷുഗർ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റ് തൊട്ടുള്ള ഷുഗറിൻ്റെ കൺട്രോൾ, അതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പിൽക്കാലത്ത് ഏതൊരു അവയവത്തെയും ബാധിക്കാതിരിക്കാൻ, അത് ഡയബറ്റിക് വൃക്കരോഗമായാലും ഹൃദ്രോഗമായാലും എല്ലാം ബാധിക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടത് തുടക്കം മുതലുള്ള ആ ഇനീഷ്യൽ പോയിന്റ് തൊട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ കൺട്രോളാണ്. ഒരിക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നതിൽ വലിയ എഫക്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ തുടക്കം മുതലുള്ള ഷുഗർ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ആദ്യം തൊട്ടേ ഷുഗർ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കുക. അതിന് വേണ്ട ഗുളികകളായാലും ഇൻസുലിനായാലും കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP കൺട്രോളും ഇതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്ത് സ്ഥിരമായി കൺട്രോൾ ചെയ്ത് പോകേണ്ടതും നമുക്ക് മുന്നോട്ടുള്ള പ്രോഗ്രഷൻ, ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഒരിക്കൽ വന്നാൽ ഫർദർ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ്. ഡോക്ടർ, ഈ ഡയബറ്റീസും വൃക്കരോഗവും സംബന്ധിച്ച് നമ്മുടെ പൊതുജനങ്ങളിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ ഇവരിലുള്ള ഈ ഡോക്ടർക്ക് പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ള ഇവരുടെ അല്ലെങ്കിൽ തെറ്റുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് പലരും ഡയബറ്റിസ്, അതായത് ഷുഗർ ആയാലും ശരി പ്രഷർ ആയാലും ശരി, അതിൻ്റെ കൺട്രോളിനേക്കാളും പലരും പേടിക്കുന്നത് മരുന്ന് കഴിച്ചാൽ പ്രശ്നം വരുമോ എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തൊട്ടേ ഡയബറ്റിസിൽ ഷുഗർ കൺട്രോൾ കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് സാധാരണ ആൾക്കാരെ പോലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പലരും ആദ്യം തൊട്ട് തന്നെ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പലരും മരുന്നുകൾ നിർത്തും. പലപ്പോഴും പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്ന് എനിക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലക്ഷണങ്ങൾ നോക്കിയിട്ട് മരുന്ന് കഴിക്കാൻ കാത്തിരിക്കും. അങ്ങനെ വന്ന് പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഭയങ്കര ഷുഗേഴ്സ് അൺകൺട്രോളായി, അപ്പോഴേക്കും വൃക്ക ഓൾറെഡി ബാധിച്ചിട്ടുണ്ടാവും, വൃക്കരോഗം ഓൾറെഡി വന്നവരിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഈ മരുന്നിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ മിഥ്യാധാരണ അത് ആദ്യം തന്നെ നമുക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഷുഗർ കൺട്രോൾ ഇതിൽ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഒരു ലക്ഷണങ്ങളും ഇല്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കൺട്രോൾ നോക്കി അതിൻ്റെ നേരത്തെ പറഞ്ഞ HbA1c കാര്യങ്ങളൊക്കെ നോക്കി പോകേണ്ടത് തന്നെയാണ്. മരുന്നിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാതെ, അസുഖത്തിനെ പറ്റി ടെൻഷൻ അടിക്കാൻ ആൾക്കാർ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം. രണ്ടാമത്, എനിക്ക് വൃക്കയുടെ രോഗം വന്നു, ഇനി ഞാൻ ചെയ്യേണ്ടത് കൂടുതൽ അമിതമായി വെള്ളം കുടിച്ചാൽ എൻ്റെ കിഡ്നി ശരിയാവും എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ്. പലപ്പോഴും സംഭവിക്കുക, അമിതമായ ഒരു ഘട്ടം കഴിഞ്ഞാൽ കിഡ്നിക്ക് ഫംഗ്ഷൻ കുറഞ്ഞു കഴിയുമ്പം ഈ പറയുന്ന അമിതമായ വെള്ളം കൂടുതൽ നമുക്കൊരു നല്ലതിനേക്കാളും പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ കിഡ്നികൾ പലപ്പോഴും അരിപ്പകളായി പ്രവർത്തിച്ച് നമ്മുടെ അമിതമായ വെള്ളം കളയാൻ വേണ്ടുന്ന അവയവമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുകയും അത് കാരണം ശ്വാസമുട്ടൽ വരികയൊക്കെ ചെയ്യും. അപ്പം ഒരുപാട് വെള്ളം കുടിച്ച് ഒരുപാട് പേര് ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുമായി പലപ്പോഴും കാണാറുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, പലരും എനിക്ക് ഡയബറ്റീസ് കാരണം വൃക്കരോഗം വന്നു, അപ്പോൾ ഇനി ഞാൻ ഫ്രൂട്ട്സ് കഴിക്കേണ്ട, ഇനി ഒന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പലരെയും കാണാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞല്ലോ ലോ ഗ്ലൈസമിക് ഇൻഡെക്സും മറ്റുമുള്ള നല്ല ഫൈബർ അടങ്ങിയ കുറച്ച് പ്രോട്ടീൻ, നോർമൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമുക്ക് എപ്പോഴും വേണം. കാരണം ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതും പലരും ഇങ്ങനെ ഒരു ഫോൾസ്ലി ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. ഡോക്ടർ, ഈ ഡയബറ്റിസ് കിഡ്നി ഡിസീസ് അവസാന ഘട്ടത്തിലായ രോഗികൾക്ക് അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ ഡയബറ്റിസ് കിഡ്നി ഡിസീസ് അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ അതൊരു സ്ഥായിയായ വൃക്കരോഗത്തിൻ്റെ അവസാന ഘട്ടം പോലെ തന്നെയായി. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ വൃക്കകളുടെ ഫംഗ്ഷനെ എന്തൊക്കെയാണോ വൃക്കകളുടെ ഫംഗ്ഷൻ അതെല്ലാം ഇപ്പം ഒരു സ്തംഭനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ അമിതമായ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ദേഹത്ത് കെട്ടിക്കിടക്കുകയും പലപ്പോഴും അത് കാലിലെ നീര്, മുഖത്തിന് ചുറ്റിനുമുള്ള നീര്, നെഞ്ചിൽ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടൽ വരുന്നത്, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. രണ്ടാമത്, നമ്മുടെ കിഡ്നിയിലെ ഏറ്റവും ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു എറിത്രോപോയിറ്റിൻ എന്നൊരു പറഞ്ഞ ഹോർമോൺ നമ്മുടെ കിഡ്നിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കിഡ്നി സ്തംഭനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുകയും പലപ്പോഴും അത് നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വിളർച്ചയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. മൂന്നാമത്, നമ്മുടെ പല ധാതുക്കൾ, അത് കാൽഷ്യം ആയാലും ഫോസ്ഫറസ് ആയാലും അങ്ങനെ പല ഹോർമോൺസും ധാതുക്കളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് പ്രക്രിയകളെല്ലാം നടക്കുന്നത് കിഡ്നിയിലാണ്. അതുകൊണ്ട് തന്നെ വൃക്ക സംബന്ധമായ ഈ സ്തംഭനം വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ എല്ലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എല്ലുകളിലുള്ള വേദന, എല്ലുകളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫ്രാക്ചറുകൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഇതിൻ്റെ പാട്ടായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും വരുന്ന ഒരുപാട് ഈ നമ്മുടെ ആസിഡ് ബേസ്
ഒരു കണക്കിൻ്റെ എപ്പോഴും ഒരു ആ ഒരു കൃത്യമായ കണക്ക് നിർണ്ണയിക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന വഴി പലപ്പോഴും ഈ ആസിഡിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്ത് കൂടുകയും അതിൻ്റെ പാർട്ടായി അസിഡോസിസ് എന്നൊരവസ്ഥ, അതായത് ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുക, അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് അവസ്ഥയിലേക്കും പോകാറുണ്ട്. ഒപ്പം ഈ യൂറിയയുടെയും മറ്റ് ധാതുക്കളുടെയും മറ്റ് പല പല കെമിക്കൽസ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ ദേഹത്ത് അടിഞ്ഞുകൂടി അത് പല പല ഓർഗൻസിനെയും പല പല അവയവങ്ങൾ, അത് ഏത് വേണമെങ്കിൽ ആവാം, ഹാർട്ടാവാം, ബ്രെയിൻ ആവാം, ഏത് അവയവത്തെയും ബാധിക്കുകയും അത് അതിൻ്റേതായ പല ഫിറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസമുട്ടലായിട്ടോ സ്ട്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ അത് വരാവുന്നതാണ്. ഇതൊക്കെയാണ് യൂഷ്വലി അവസാന ഘട്ടത്തിലായി കഴിയുമ്പം ആൾക്കാർ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. ഈ ഡയബറ്റീസ് കിഡ്നി ഡിസീസിൻ്റെ ഏതവസ്ഥയിലാണ് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? നമ്മൾ ഈ ഡയാലിസിസ് എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിയാറ്റിൻ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ കണ്ടിട്ട് നമ്മൾ നിർണ്ണയിക്കുന്നൊരു കാര്യമല്ല. എപ്പോഴാണോ ആൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരുന്നു, വെള്ളക്കെട്ടിൻ്റെ അളവ്, നമ്മൾ ആദ്യമൊക്കെ യൂറിൻ പോകാനുള്ള മരുന്നുകൾ പലതും കൊടുത്തു നോക്കും, ആ വെള്ളക്കെട്ട് എന്നിട്ട് മാറുന്നില്ല, നമ്മൾ മരുന്നിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലായി നിൽക്കുന്നു, നമ്മൾ പല പല മരുന്ന് കൊടുത്ത് നോക്കുന്നു എന്നിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ഗ്യൂറീമിക് ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ആൾക്ക് ഒട്ടും തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, സ്ഥിരം ഛർദിൽ, ഓക്കാനം, വിശപ്പില്ലായ്മ എന്ന പല പല പ്രശ്നങ്ങൾ വരികയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുവാണ് നമ്മൾ പലപ്പോഴും ഡയാലിസിസ് എന്ന മൊഡാലിറ്റി, അതായത് ബ്ലഡ് ശുചീകരിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ പലപ്പോഴും കടക്കേണ്ടി വരുന്നു. രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏകദേശം 60 വയസ്സിൽ താഴെയുള്ള എല്ലാ അത്യാവശ്യം വീട്ടിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം സ്വന്തം കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഡയാലിസിസിൻ്റെ പ്രത്യേകത ആഴ്ചയിൽ 2-3 വട്ടം 3-4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം മാറ്റി വെക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയായിരിക്കും. അത് ഡയബറ്റിക് കിഡ്നി ഡിസീസിൻ്റെ കാര്യത്തിലും അത് തന്നെയായിരിക്കും അങ്ങനെ ഒരാളെ അവസാന വാക്കെന്നുള്ളത്. പിന്നെ ഒരുപാട് എൽഡർലി ആണ്, നമുക്ക് പല പല വേറെ അവയവങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഡയാലിസിസ് കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരാറുണ്ട്. ഡോക്ടർ, ഈ ഡയബറ്റിസ് കിഡ്നി ഡിസീസ് മൂലം വൃക്കസ്തംഭനം സംഭവിച്ച ഒരു രോഗി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം ആ വൃക്ക മാറ്റിവെച്ച വൃക്കയിലും ഈ ഡയബറ്റീസ് മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ആ വീണ്ടും വൃക്കസ്തംഭനം ഉണ്ടാകുമെന്ന് നല്ലൊരു ശതമാനം രോഗികളും അവരുടെ ബന്ധുക്കളും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് നൽകാനുള്ള ഡോക്ടറുടെ ഒരു സന്ദേശം എന്താണ്? ഇങ്ങനെ വിചാരിക്കുന്ന ഒരു വലിയൊരു മിഥ്യാധാരണ തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് അത് ആ പോയിന്റ് തൊട്ട് ദീർഘനാൾ, അത് 5 വർഷം 10 വർഷം 15 വർഷം മിനിമം എടുക്കും യൂഷ്വലി വൃക്കകളെ നശിപ്പിക്കാൻ. നമ്മൾ പറഞ്ഞ പോലെ രക്തക്കുഴൽ അടിഞ്ഞുകൂടി വൃക്കകളെ നശിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയതായി ഒരു വൃക്ക നമ്മൾ വെക്കുന്നു, അതായത് വൃക്ക ശസ്ത്രക്രിയ അതായത് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ അതൊരു സാധാരണ ഒരു ഹെൽത്തി ആയിട്ട് ഒരാളിൽ നിന്ന് വെക്കുന്ന വൃക്കയും അതിനോടൊപ്പമുള്ള രക്തക്കുഴലുകളുമാണ്. ആ ചെയ്യുന്ന പോയിന്റ് തൊട്ട് അപ്പം തൊട്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഗ്ലൂക്കോസ്, അതായത് ഷുഗർ മോണിറ്ററിങ് ചെയ്യുകയും അതെന്തെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും നമുക്കത് കൂടുതലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി വീണ്ടും ഗുളികകളും മരുന്നും ഇൻസുലിനും ഒക്കെ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ സുഗമമായി, അതായത് നോർമൽ ട്രാൻസ്പ്ലാന്റ് പോലെ തന്നെ പോവുകയും അത് കാരണം പിന്നെ പിൽക്കാലത്ത് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസിൻ്റെ റിക്കറൻസ് വരാനുള്ള സാധ്യത ഇല്ല എന്നല്ല, വരാം, പക്ഷെ അത് ഒരുപാട് നാൾ ദീർഘകാലം അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗേഴ്സ് ഒന്നും ഒട്ടും മോണിറ്റർ ചെയ്യാതെ അങ്ങനെയൊക്കെ പോകുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാരെല്ലാം കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കും. അവർ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പിന് വരും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷുഗർ നോക്കും. അവരും കുറച്ചുകൂടെ അഥവാ എന്തെങ്കിലും ഒരു വാല്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ഡയറ്റും എക്സസൈസും ഷുഗർ കൺട്രോളും അതെല്ലാം ആദ്യം തൊട്ടേ ചെയ്തു പോകുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ ഒരു റിക്കറൻസ് അഥവാ ഡയബറ്റിക് നെഫ്രോപ്പതി വീണ്ടും അങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അത്യാവശ്യം ബാക്കി എല്ലാ രീതിയിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടാവുന്ന ഒരാൾക്ക് അത് മാറ്റിവെക്കുന്നത് തികച്ചും വേണ്ടാത്തൊരു കാര്യമാണ്, വളരെ വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഡയബറ്റീസ് കിഡ്നി ഡിസീസ് അഥവാ പ്രമേഹ വൃക്കരോഗത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി ഇതുവരെ കാര്യങ്ങൾ പങ്കുവച്ച ഡോക്ടർക്ക് നന്ദി.